ഹലോ ഗായ്സ്, ഹൗ ആർ യു? അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് എനിക്ക് കണ്ടതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു ഐഡിയ ഇല്ല. ഭയങ്കര ദാരിദ്ര്യം. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് സിനിമ കാണാനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവേശം ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒന്നാമത് രോമാഞ്ചം എനിക്ക് വലിയ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ ഞാൻ കണ്ടില്ല. അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം കണ്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്ത് ഞാൻ വല്ലാതെ ഒരു ഓളത്തിലായിപ്പോയി. അതുകൊണ്ട് നമ്മൾ ആ സിനിമ ഒന്നും കണ്ടില്ല. തിയേറ്ററിൽ പോയി പിന്നെ ഫാമിലി ആയിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ വിളിച്ചിട്ട് എന്തിനാ നിങ്ങൾ കാണിക്കുന്ന ഇത് കൊള്ളില്ലല്ലോ, നന്നായില്ലല്ലോ എന്ന് പറയും. ആ ടൈപ്പ് പടമാണ് ഞാനത് കണ്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാനത് കാണാണ്ടിരിക്കാണ്ട് ചാൻസ്. പക്ഷേ ഇത് ഇന്ന് ഞാൻ OTT-ലിരുന്ന് കണ്ടു. എന്നിട്ട് ഇത് രോമാഞ്ചം പോലല്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടപ്പെട്ടൊരു സാധനത്തിൻ്റെ നമ്മൾ റിവ്യൂ പറയാതിരുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം പിന്നെ വെറുതെ എന്തിനത് എടുത്തു പറഞ്ഞിട്ട് നമ്മുടെ മൂഡ് അതാണ്. പക്ഷെ നല്ലൊരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം. അതാണ് നമ്മുടെ പോളിസി. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. പിന്നെ ഒരു കാര്യം, ആരെങ്കിലും എൻ്റെ വീഡിയോസ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഐ അപ്പോളജൈസ്. കുറച്ച് വീഡിയോസിൻ്റെ ഐഡിയാസൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഫഹദ് ഫാസിലാണ്. പുള്ളിയുടെ സൈക്കോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും പുള്ളി ചെയ്യുന്നത് പുള്ളിയുടെ സേഫ് സോണാണ്. പുള്ളി ചെയ്ത് എപ്പോഴും സൈക്കോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സൈക്കോ വേറെ നമ്മൾ കണ്ടിട്ടില്ല. ഇതൊരു വേറെ ടൈപ്പ് സൈക്കോ. പിന്നെ ചില സമയത്ത് കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സ്ലോ ബേണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്നാലും എനിക്ക് ആദ്യം കുറച്ച് ഭാഗങ്ങളിൽ അത് ലാഗെന്ന് പറ്റില്ല, നമുക്ക് റിലേറ്റബിലിറ്റി തോന്നില്ല. പക്ഷെ എന്തൊക്കെ റിലേറ്റ് ആയില്ലെങ്കിലും ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു, വലിയ ഗംഭീരം എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്നിപ്പോൾ മനസ്സിലായി. ഇഷ്ടപ്പെട്ടവരെയും ഇഷ്ടപ്പെടാത്തവരെയും കണക്റ്റ് ആവാത്തവരെയും ഒക്കെ കണക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ജോക്സ് ത്രൂ ഔട്ട് പറയും. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവൻ ഈ രംഗ വലിയ എന്തെങ്കിലും ആണോ, പറയുന്നതൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ വയലൻ്റ് ആണോ, ഒരു അൺനെർവിങ് കണ്ടു പക്ഷെ തള്ളാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ലാസ്റ്റ് ആ തള്ളാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ആ പയ്യന്മാരെ പോലെ ആയിക്കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഇരിക്കണമേത്ത് ഒരു ഫൈനൽ സീക്വൻസിലൊരു ഫൈറ്റുണ്ട്. ആ ഒറ്റ ഫൈറ്റുള്ള ആ സിനിമയിൽ. ബാക്കിയുള്ളിടത്തൊക്കെ അംബാനി എന്നൊക്കെ വിളിച്ചിട്ട് ആളെ വിട്ട് തല്ലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ, നമുക്ക് ആ 5 മിനിറ്റ് ഫൈറ്റിൽ ഒരു ക്രേവിങ് ഉണ്ടല്ലോ. അപ്പം മൊത്തം ബിൽഡപ്പാണ്. ഫൈറ്റ് ചെയ്യാത്ത സമയത്ത് മൊത്തം ഈ മറ്റയാളുണ്ടല്ലോ അംബാൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അയാളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഹൈപ്പ് കയറ്റാൻ കാണും. ഇങ്ങനെ ഹൈപ്പ് കയറ്റിക്കൊണ്ടിരിക്കും. മറ്റേ രംഗ അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ് ഈ തള്ളുന്നതിനൊരു ഗുണമുണ്ട്. നമുക്ക് തള്ളുമ്പോൾ നമുക്ക്
അത് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ആ അളവിൽ തള്ളി. ഇത് അളവിലാണ് തള്ളിയേക്കുന്നത്, ഒരു തള്ളലില്ല. എന്നിട്ട് ക്ലൈമാക്സിൽ എനിക്ക് ആ ഒരു ചെറിയ 5 മിനിറ്റിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഞാൻ വല്ലാതെ എൻജോയ് ചെയ്താണ് എന്ത് കണ്ടത്. മറ്റേ എന്നിട്ട് ആ പയ്യന്മാരെ എടുത്തിട്ട് ഞാൻ നിന്നെ പെട്ടി 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 എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്തൊരു സുഖമായിരുന്നു. അപ്പോൾ സൈക്കോ സീക്വൻസസ് സൂപ്പറായിരുന്നു. പിന്നെ ഈ 3 സെർജൻറ്റ്, ഓഡിയൻസ് സെർജൻറ്റ് പോലുള്ള പയ്യന്മാർ അവർ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ മറ്റേ വില്ലനായിട്ട് ചെയ്ത പുള്ളി, ഒരുപാട് പേര് യൂട്യൂബേഴ്സും വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സൊക്കെ അവിടെ ഉണ്ടെന്ന് പറയാം കേട്ടു. ഞാൻ കുറേ പേരൊന്നും കാണാറില്ല. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. രോമാഞ്ചത്തിനെ വെച്ച് നോക്കുമ്പോൾ എന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്ത ഒരു സാധനമാണ്.